ഹലോ ഗായ്സ്, ഡിഡി ക്രിയേഷൻസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ എവിടെയാണ് പോകുന്നത്? ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ലോഗ് അല്ലെങ്കിൽ ഒരു ഗേൾസ് ഡേ ഔട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലേ? വീട്ടിലെ എല്ലാ ഗേൾസും ഞങ്ങളൊരു ചെറിയ മിനി ഔട്ടിംഗ് ആണ്, ഷോപ്പിംഗ് ഡേ ആണ്. അതെ, നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഈസ് മഹാലക്ഷ്മി സിൽക്സ് മുത്തൂർ. അതെ, തിരുവല്ലയിൽ രണ്ട് മഹാലക്ഷ്മിയാണ്. നല്ല മഴയാണ് ഗൈസ്, നല്ല മഴയാണ്, റോഡിലൊക്കെ നല്ല മഴയാണ്. അപ്പൊ നമ്മള് അഞ്ചേച്ചി വീക്ക് ഉള്ളതുകൊണ്ട് നമ്മള് അതെ 4 പേരോട് ഇറങ്ങി ഷോപ്പിംഗ് ഒരു ഡേ ഔട്ട് ആകാന്ന് വെച്ചു. ഇനി ദേപ്രിക്ക് മാത്രം സാരി വാങ്ങിക്കാനാണ് ഞങ്ങൾ 4 പേരോടെ പോകുന്നത്. എനിവേ, ഇഷ്ടപ്പെട്ടതൊക്കെ കണ്ടാൽ നമ്മൾ വാങ്ങിക്കും. ഇതേ പേരമ്മ മഹാലക്ഷ്മിയുടെ പ്രൊമോഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മഹാലക്ഷ്മി വാങ്ങിച്ച സാരിയാണ്. ഓക്കെ, ബൈ ഗൈസ്. ബൈ പറയരുത്, അടുത്ത വ്ലോഗിലേക്ക് പോകാം. അതെ, വ്ലോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി എടുത്തോളെ, മറക്കരുത്. അവിടെ ചെന്ന് അങ്ങനെ നമ്മൾ മഹാലക്ഷ്മിയിലെത്തി. നമ്മുടെ റേഞ്ചൊക്കെ അവർ ചോദിച്ചു, അതിനനുസരിച്ചുള്ള പട്ടുസാരികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങൾ 2 സാരി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ അത് 2 ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ വെച്ചൊക്കെ കാണിച്ചു തന്നു. കൊള്ളാമല്ലേ? പ്ലീറ്റ് രണ്ടിനും നല്ലതാന്ന് തോന്നുന്നു. 2ആയിട്ട് ചെയ്താലും ഭംഗിയായിരിക്കും. അതെ അതെ. അതെ, അപ്പൊ തന്നെ മുഖത്തിനും ചേരുന്നില്ലേ? അത് കഴിഞ്ഞ് ഇങ്ങനെ എടുത്തപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത്, അയ്യോ മോള് പറഞ്ഞ റേഞ്ച് അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാരി അത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയും പഴയ സാരി തന്നെ ഒന്നുകൂടെ വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടത് ഈ സാരിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. ഈ ക്യാമറയുടെ വിഷ്വലിന് എന്തോ പ്രശ്നം പറ്റി. എനിക്ക് തോന്നുന്നത് കയ്യിലിരുന്നപ്പം തട്ടി എന്തോ ഒരു പൊടിയായിട്ടുണ്ട്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ ഫൈനലി അത് വെച്ച് കാണിച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് തന്നെ എടുക്കാമെന്ന് ഓർത്തു. പിന്നെ ഇവർ എല്ലാവരും കൂടി ഇങ്ങനെ സാരിയൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി. പക്ഷെ വേറെ ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ബില്ലായിട്ട് നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവുക. ഒരു ടോപ്പും കൂടി എടുക്കാമെന്ന് ഓർത്തു. അതിനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഒരു നേവി ബ്ലൂ കളർ ഒരു ടോപ്പും കൂടി ഞാൻ എടുത്തു. ഇപ്പം നല്ലതായിട്ട് വെളുത്ത്. നേരത്തെ ഒരു മൂടലായിരുന്നു മൊത്തത്തിൽ. പിന്നെ അമ്മ ഇങ്ങനെ ടോപ്സൊക്കെ നോക്കി ചേരുന്നുണ്ടോയെന്ന്. ഇത് നമ്മുടെ അമ്മാത്ത് കണ്ണനമ്മാൻ്റെ വേളിക്കായിട്ടാണ് ഈ സാരി എടുത്തത്. അപ്പോൾ അതിൻ്റെ ഹൽദി ഫംഗ്ഷന് നമ്മൾ കളർ കോഡ് വെച്ചേക്കുന്നത് നേവി ബ്ലൂ ആണ്. അപ്പോൾ അതാണ് ഒരു ടോപ്പും കൂടി എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഫുൾ ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് കണ്ടു. വേറൊന്നും എടുത്തൊന്നുമില്ല. ഇനി ബില്ലിംഗ് സെഷനിലേക്ക് പോവാം. ആദ്യം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് അപ്പുറത്ത് പോയിട്ട് സാധനം എടുക്കുന്നത്. അപ്പം അച്ഛൻ്റെ കാർഡ് ഉണ്ടായിരുന്നു, അത് വെച്ച് പേ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സാധനം എടുക്കും.
അങ്ങനെ നമ്മൾ ഇന്ന് ഇറങ്ങിയതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം, ആദ്യത്തെ എയിം ഒരു സാരി എടുക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ദാഹിക്കുന്നു, എന്തെങ്കിലും വെള്ളം കുടിക്കണം, എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ സ്ഥിരം പോകാറുള്ളൊരു സ്പോട്ടാണ് മാന്നാർ ഉള്ള തോംസൺ ബേക്കറി. ഞാനിവിടെ കോളേജിൽ ചേർന്ന് പിന്നെ വീക്കെൻഡിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും അവിടെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ബസ്സിന് പോരുന്നതുകൊണ്ട് അവിടെ കയറാൻ അങ്ങനെ അവസരം കിട്ടാറില്ല. നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താ? വരുമ്പോ അറിയാം. രണ്ടെണ്ണേ പറഞ്ഞല്ലോ. നമ്മൾ കട്ട്ലറ്റ് പ്രതീക്ഷയാണ് വന്നത്. കിട്ടിയില്ല ഗൈസ്. ഇവിടെ ആകെ ഇത് രണ്ടും പിന്നെ വട മാത്രമേ ഉള്ളൂ. ക്യാരറ്റ് കേക്ക് ഒന്നുമില്ല. പേസ്ട്രീസ് ആയിട്ട് ബട്ടർ സ്കോച്ച് മാത്രമുള്ള മുറിച്ച് വെക്കേണ്ടി വരും. അതന്നെ ഞാൻ ചോദിച്ചത്. ശേ amazing, really amazing. എനിക്ക് ഓറഞ്ച് ഇഷ്ടമല്ല. എങ്ങനെയുണ്ട് വരുമേ? കൊള്ളാം കാണാൻ. സൂപ്പർ. ചൂട ചൂട പൈനാപ്പിൾ വേവിച്ചിട്ട് ഇതിനിടയ്ക്ക് വെച്ചില്ല. എപ്പടി ഇവിടെ വരുമ്പോ ഇഷ്ടപ്പെട്ടോ? ബനാനയുടെ ടേസ്റ്റ് ആണോ? അതിന് മധുരമായിട്ട് ഇതിന് മധുരം തോന്നില്ല. നമ്മളിവിടുന്ന് സ്ഥിരം കഴിക്കുന്ന ഐറ്റംസ് പൊറോട്ടയും ചില്ലി മഷ്റൂമാണ്. ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ട് മഷ്റൂം ട്രൈ ചെയ്യുന്ന ഇവിടുന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഒരു മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണ്. നമ്മൾ കണ്ണനില്ലാത്തതുകൊണ്ട് കഴിക്കാനായിട്ട് അതും കൂടി പാഴ്സൽ ചെയ്ത് മേടിച്ചു രാത്രിയിലത്തേക്ക്. 2 കണ്ണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഔട്ടിങ് തീരാൻ പോവാണ്. അമ്മ പറയൂ, തിരിഞ്ഞു നോക്കൂ, പറയൂ. സൂപ്പർ. കട്ട്ലറ്റ് അല്ല ഗൈസ്, പൈനാപ്പിൾ പപ്സ്. അതെ, കട്ട്ലറ്റ് കിട്ടിയില്ലേലും നല്ല ഈവനിങ് സ്നാക്ക് ആയിരുന്നു. അതുകൊണ്ട് ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. മധുരമായിരുന്നു. നല്ല ഓറഞ്ച്. ഇപ്പൊ തന്നെ ഉറങ്ങി എണീക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അതെ, അവൻ നമ്മളിതാ രാത്രിയിലത്തേക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ വേളിയുടെ അന്ന് രാവിലെ സാരി ഉടുത്ത ലുക്ക്. ഹായ് ചേട്ടാ. അപ്പോൾ സാരി ഡ്രൈപ്പിങ്ങും ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ തലയിലപ്പറമ്പിൽ തന്നെയുള്ള സിലക്സ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് വന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് 8 പേരുണ്ടായിരുന്നു സാരി ഡ്രൈപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേളി സ്ഥലത്തേക്ക് പോയി. വേളി നടന്നത് ഉദയനാപുരത്ത് ഉള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.